കണ്ണൂർ ജില്ലയിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കൊട്ടിയൂർ പാൽച്ചുരത്ത് ഇന്നലെ രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടായി. കഴിഞ്ഞ മഴക്കാലത്തും ഈ പാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അപകട ഭീഷണിയിലാണ് പാൽച്ചുരത്തെ പല ഭാഗങ്ങളും. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. അർജുൻ കല്ലേട് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം. കൊട്ടിയൂരിൽ നിന്നും പാൽച്ചുരം വഴി വയനാടേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ആ പാതയിലാണ് ഇന്നലെ രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ഗതാഗതം പൂർണ്ണമായി ജില്ലാ കലക്ടർ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ ഒരു മലയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ അപകട ഭീഷണി എന്ന് പറയുന്നത് മണ്ണ് സ്വാഭാവികമായി ഇടിയുന്നത് വലിയ പ്രയാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി ഇടിഞ്ഞു വന്നത് മണ്ണിനോടൊപ്പം തന്നെ വലിയ പാറ കഷ്ണങ്ങളാണ്. കാരണം അതായത് ഇതേപോലുള്ള പാറ കഷ്ണങ്ങളും വലിയ കല്ലുകളുമൊക്കെയാണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകട ഭീഷണി എന്ന് പറയുന്നത്. ഈ ഇടിഞ്ഞു വന്ന മണ്ണ് അങ്ങനെ തന്നെ താഴെ, ഇതാണ് ചെകുത്താൻ തോട് എന്ന് പറയുന്ന തോട്, ആ തോടിൻ്റെ ഭാഗത്തേക്കാണ് ഇടിഞ്ഞു പോയത്. ഇവിടെ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മണ്ണിടിഞ്ഞ് താഴേക്ക് പോയതിൻ്റെ ഒരു പാടാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വലിയ അപകട ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ മഴക്കാലത്തും ഇവിടെ സമാനമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മണ്ണിടിഞ്ഞു മുന്നിലുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലും ജനപ്രതിനിധികളും നാട്ടുകാരുമൊക്കെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാകണം, റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ പ്രധാനമായും പരിഹരിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. കലക്ടർ ഗതാഗതം നിരോധിച്ചുവെങ്കിൽ കൂടിയും ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഇപ്പോഴും തുടരുന്നു നമുക്ക് കാണാൻ. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ഇവിടെ കാണാം വലിയ ഒരു പാറ, അതായത് ഒരാൾ ഉയരത്തിൽ തന്നെയുള്ള ഒരു പാറ ഇന്നലത്തെ ഈ അപകടത്തിൻ്റെ ഭാഗമായി താഴേക്ക് എത്തിയത് കാണാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ താഴേക്ക് എത്തിയത് കാണാം. അങ്ങനെ വലിയ അപകട ഭീഷണി തന്നെയാണ് സ്ഥലത്ത് ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും സ്ഥലം മനോഹരമാണ് അല്ലേ? ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ഭാഗത്ത് നല്ല മഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. വളരെ സുരക്ഷിതമായി നടത്താൻ വേണ്ടി പാകത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ഏർപ്പാടാക്കണം എന്നുള്ളതാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യമായി ഇപ്പോൾ ഉയരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിപ്പോർട്ടർ അർജുൻ കല്യാൺ. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും ആ പ്രദേശത്ത് മൂടൽമഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കാണുമ്പോൾ ഒരു കുളിര് കോരുന്നുണ്ട്. പക്ഷേ കുളിര് കോരുന്നുണ്ടെന്ന് കരുതി പാൽച്ചുരം വഴി പോകാൻ നിൽക്കേണ്ട, അവിടെ ഗതാഗത തടസ്സമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മഴക്കാലമാണ്. മലഞ്ചെരുവിലേക്കും മലയോര മേഖലയിലേക്കൊക്കെ പോകാനുള്ള താല്പര്യമുണ്ടാവും. പകൽ സമയത്ത് പോവുക. ഈ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി നിങ്ങൾ സഞ്ചാരം നടത്തുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ്